ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരടിപൊളി ചിക്കൻ റോസ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ്. ചിക്കൻ ഡ്രൈ ഫ്രൈ എന്നോ റോസ്റ്റെന്നോ അങ്ങനെ എന്ത് വേണേലും പറയാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ, ഒരു 1/2 കിലോ പോലും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇനി കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനാണ്. അത് 2.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് കേട്ടോ ഇടുന്നത്. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സുർക്ക ഒഴിച്ചിട്ടുണ്ട്, വിനാഗിരി. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചതാണ്. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വെക്കുക. പിന്നെ അതിലേക്ക് ഒരു കടായി എടുത്തിട്ട് കുറച്ച് 4-5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇടുക. അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടീസ്പൂൺ ഇഞ്ചിയും പച്ചമുളകും കൂടി ചതച്ചത് ചേർക്കുക. ഒക്കെ കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മളൊരു 3-4 ഉണക്കമുളക് ക്രഷ് ചെയ്തതാണ്, അത് ചേർക്കുക. പിന്നെ നമ്മൾ ഇനി ചേർക്കുന്നത് ഇതിലേക്ക് വലിയ ഉള്ളിയാണ് അരിഞ്ഞത്. വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. ഒരു വലിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്കിതിൽ തക്കാളിയുടെ ഒരു കുറവ് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളിതിൽ തക്കാളി ഇട്ടിട്ടില്ല. അപ്പോൾ എല്ലാവരും ചെയ്യുമ്പോൾ ഒരു തക്കാളി ആഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ബാക്കി മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ കൂടി നമ്മൾ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ ലാസ്റ്റ് ഡ്രൈ ആയ സമയത്ത് അതിലേക്ക് കുറച്ച് വലിയ ഉള്ളി ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ റെസിപ്പി. സിമ്പിൾ റെസിപ്പിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ പുളി കുറച്ച് കുറവായ പോലെ തോന്നി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുമ്പോൾ ഒരു തക്കാളി കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.